Good morning friends, welcome to my channel. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഫൈനൽ ഇയറിൽ ഇപ്പോൾ 5th and 6th സെമസ്റ്ററിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആണല്ലോ പ്രോജക്റ്റ് വർക്ക്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോജക്റ്റ് വർക്ക്? ഈ പ്രോജക്റ്റ് വർക്കിൽ നമ്മളിപ്പോൾ ഇതുവരെ ഫസ്റ്റ് ടു ഈ 6th സെമസ്റ്റേഴ്സ് വരെ പഠിച്ച സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് ഹൗ ടു മേക്ക് യൂസ് ഓഫ്, എങ്ങനെ ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇൻഡിവിജ്വലായി നിങ്ങളൊരു പ്രോജക്റ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്ട്സും അതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അതോടുകൂടി യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് കോൺഫിഡൻസ്. ഒരു സ്വന്തമായി ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആദ്യം മുതൽ അവസാനം വരെ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി, അതിൻ്റെ എക്സിക്യൂഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആസ് വി സിവിൽ എഞ്ചിനീയേഴ്സ്, നമുക്കൊരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്താണ് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സീ ദ ഫീസിബിലിറ്റി ഓഫ് ദാറ്റ് പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് പഠിക്കണം. അത് ആ സൈറ്റിൽ അല്ലെങ്കിൽ ആ ഏരിയയിൽ എത്രമാത്രം പ്രസക്തമാണ്, അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അവിടെയുള്ള ലൊക്കാലിറ്റിയിൽ എങ്ങനെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുന്നത്. ഈ വക കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അവിടെ ഒരു പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. ആ പ്രൊജക്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യു ഹാവ് ടു ഒബ്റ്റെയിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. അത് കിട്ടിക്കഴിഞ്ഞാലാണ് നമ്മൾ ആ പ്രോജക്റ്റിലേക്ക് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മളിതെല്ലാം കിട്ടിക്കഴിഞ്ഞു, സൈറ്റ് നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പാണ് അതിൻ്റെ സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ. സോയിൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ ഏത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾ പഠിച്ച ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ. അപ്പോൾ അതിൽ തന്നെ 2 കാറ്റഗറി വരുന്നത്. ഒന്ന് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഡിഫറൻസ് പ്രിലിമിനറി ആൻഡ് ഡീറ്റെയിൽഡ്? പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ സൈറ്റ് ചുറ്റി നടന്ന് കണ്ട് അവിടെയുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, വെദർ ദർ ഇസ് എ ലോ ലൈയിങ് ഏരിയ, പോണ്ട്, ഇലക്ട്രിക്കൽ ലൈൻസ്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് ആ സൈറ്റിലൂടെ കടന്നു പോകുന്നത്, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. അതാണ് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ. ഒരു പ്രിലിമിനറി ആയിട്ട് സൈറ്റിനെ പറ്റി നമ്മളൊന്ന് പഠിക്കും. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ദ സോയിൽ. പക്ഷേ വെറുതെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ അതിനെ പറ്റി ഉണ്ടാവുള്ളൂ. ബട്ട് ഫോർ മേജർ പ്രോജക്ട്സ് വി ഹാവ് ടു ടേക്ക് ദ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ ഓൾസോ. എന്താണ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ? ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിലാണ് നമ്മൾ അവിടെയുള്ള സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പഠിക്കുന്നത്. സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻലി. അതായത് നിങ്ങൾക്കറിയാം, ഒരു സൈറ്റിൽ തന്നെ സോയിൽ ഡിഫറെൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുണ്ടാവാം. സെയിം നേച്ചർ ആയിക്കൊള്ളണമെന്നില്ല ത്രൂ ഔട്ട് ദ സൈറ്റ്. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളവിടെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ദ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ, നിങ്ങൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ പഠിച്ചതാണ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രാക്ടീസ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിൽ പഠിച്ച കാര്യങ്ങളാണ് ബെയറിംഗ് കപ്പാസിറ്റി. ആ സോയിലിൻ്റെ ബെയറിംഗ് പവർ എത്രമാത്രമാണെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യും? അത് നമുക്ക് ജിയോ ടെക്നിക്കൽ ലാബിൽ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ കറക്റ്റായിട്ട് അറിയുള്ളൂ. അതല്ലാതെ നമ്മൾ പെരിഫറലായിട്ട് സോയിൽ നോക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു ഐഡിയ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹൈ റൈസ് ബിൽഡിങ്സിനെല്ലാം എപ്പോഴും സാമ്പിൾസ് നമ്മൾ കളക്ട് ചെയ്യും. സ്റ്റാൻഡേർഡ് സൈസ് പിറ്റ്സ് എടുത്തിട്ട് ആ പിറ്റിൽ നിന്ന് സോയിൽ സാമ്പിൾ കളക്ട് ചെയ്ത് വിൽ ടേക്ക് ദാറ്റ് സാമ്പിൾസ് ടു ദ ജിയോ ടെക്നിക്കൽ ലാബ്. അത് നിങ്ങൾ പഠിക്കുന്നതാണ്. ജിയോ ടെക്നിക്കൽ ലാബിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നാണ് അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുന്നത്. മെയിനായി അതിൻ്റെ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി അത് എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി കാണുമ്പോഴാണ് ആ വാല്യൂവിനനുസരിച്ച് ഏതുതരം സോയിലാണ് നമ്മുടെ സൈറ്റിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അക്കോർഡിംഗ് ടു ദാറ്റ് സോയിൽ കണ്ടീഷൻസ്
അല്ലെങ്കിൽ സേഫ് ബെയറിംഗ് കപ്പാസിറ്റിയാണ് നമ്മൾ ആ സൈറ്റിലേക്ക് വേണ്ട അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് വേണ്ട ഫൗണ്ടേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്, അതും കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചു കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ലൈക്ക് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ, column footing, combined column footing, then well foundation, a raft foundation, like that. Various types of foundations are there. So according to the soil conditions and the corresponding bearing capacity of the soil, we will decide the type of foundation, the width and depth of the foundation to be decided. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി തന്നെ വിൽ പ്രിപ്പയർ ഓൾ ദ ഡ്രോയിങ്സ്. അതാണ് BPNDയിൽ പഠിച്ചത്, ബിൽഡിംഗ് പ്ലാനിങ് ആൻഡ് ഡ്രോയിങ്. ആ സൈറ്റ് കണ്ടീഷനും അവിടെയുള്ള പ്രിവൈലിംഗ് ഫീച്ചേഴ്സും നോക്കിയിട്ടാണ് നമ്മൾ ഓറിയൻറ്റ് ചെയ്യുന്നത്. ഓറിയൻറ്റേഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അക്കോർഡിംഗ് ടു ദ അവൈലബിലിറ്റി ഓഫ് ദ ഫീച്ചേഴ്സ് ആൻഡ് ഓൾസോ ദ നാച്ചുറൽ കണ്ടീഷൻസ്. വി വിൽ പ്ലാൻ ദ ബിൽഡിംഗ്. ആദ്യം അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യും, റൈറ്റ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള സൈറ്റ് പ്ലാൻ ആൻഡ് സർവീസ് പ്ലാൻ, ആ സൈറ്റിൻ്റെ ഒരു പ്ലാനും അതിലേക്ക് വേണ്ട സർവീസ് എന്തൊക്കെയാണോ അതിൻ്റെ പ്ലാനും, ഇത് ആണ് നമ്മൾ മെയിൻലി ഡ്രോയിങ്സിൽ. അതുകൂടാതെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ്, ഇറ്റ്സ് ഡീറ്റെയിൽഡ് പ്ലാൻ, സെക്ഷൻ ആൻഡ് എലിവേഷൻസ് മേ ബി ഫ്രണ്ട് എലിവേഷൻ, അതുപോലെ സൈഡ് എലിവേഷൻ, റെയർ എലിവേഷൻ, ഇതെല്ലാം വരക്കാം. ഇൻ അഡീഷൻ ടു ദാറ്റ് പിന്നെ എന്ത് കൂടെ വരക്കും, സെക്ഷണൽ വ്യൂസും കൂടെ വരക്കും. ആ ബിൽഡിംഗ് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണല്ലോ അതിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ എ സ്റ്റെയർ കേസ്, ആ സ്റ്റെയർ കേസിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വരക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അതിൻ്റെ സെക്ഷൻ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വരക്കണം. സോ സെക്ഷണൽ ഡ്രോയിങ്സ്, ഇപ്പോൾ പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻസ് ടു ബി ഡ്രോൺ ടു എ സ്കെയിൽ, യൂഷ്വലി 1:100. അപ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഓട്ടോകാഡ് ഡ്രോയിങ്സ്, ഓട്ടോകാഡ് ഉപയോഗിച്ചോ നമുക്ക് ഈ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്ത് ആ ഡ്രോയിങ്സ് എല്ലാം വരും, ഇൻക്ലൂഡിങ് ദ ഫൗണ്ടേഷൻ ഡീറ്റെയിൽസ്. ഫൗണ്ടേഷൻ ഡ്രോയിങ്സ് തന്നെ സെപ്പറേറ്റ് ഉണ്ടാവും. അതിനുശേഷമാണ് നമ്മൾ ഏത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫൗണ്ടേഷൻ മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ അല്ലേ, അക്കോർഡിംഗ് ടു ദ ഡെപ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഫസ്റ്റ് ചെയ്യുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. ആ എർത്ത് വർക്ക് എക്സ്കവേഷൻ കഴിഞ്ഞതിന് ശേഷം അതിൽ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഫൗണ്ടേഷൻ ഏതാണോ ആ ഫൗണ്ടേഷനാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു അക്കോർഡിംഗ് ടു ദ സേഫ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ സോയിൽ. ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ്, ഈ ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത് പിന്നെയാണ് എന്ത് വരുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് അല്ലേ, സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ ഇതിൽ മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. ഓൾറെഡി യു സ്റ്റഡീഡ് ഇൻ യുവർ പ്രീവിയസ് സെമസ്റ്റേഴ്സ്. ഈ സൂപ്പർ സ്ട്രക്ചറിൽ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, സബ് സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെയുള്ള പോർഷൻ സബ് സ്ട്രക്ചറും എബവ് ദ ഗ്രൗണ്ട് ലെവൽ സൂപ്പർ സ്ട്രക്ചർ. സൂപ്പർ സ്ട്രക്ചറിലാണ് ഈ വാൾസ്, ഡോർസ് ആൻഡ് വിൻഡോസ് മുതലുള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ യൂഷ്വലി ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി എ ഫ്രെയിംഡ് സ്ട്രക്ചർ. രണ്ട് തരത്തിലുള്ള സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു, വാൾ ബെയറിംഗ് സ്ട്രക്ചർ ആൻഡ് ഫ്രെയിംഡ് സ്ട്രക്ചർ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? വാൾ ബെയറിംഗ് സ്ട്രക്ചറിൽ ദ ലോഡ് വിൽ ബി ഡയറക്ട്ലി ടേക്കൺ ബൈ ദ മേസൺറി വാൾസ് അല്ലേ, ലോഡ് വിൽ ബി ഷെയർഡ് ബൈ ദ മേസൺറി വാൾസ് ആൻഡ് ടു ദ ഫൗണ്ടേഷൻ ആൻഡ് അൾട്ടിമേറ്റ്ലി ടു ദ സബ് സോയിൽ, സോയിലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിൽ all the loads will be taken by the structural elements, beams, slabs and columns, and ultimately transferred to the subsoil. സോയിലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അത് യൂഷ്വലി വാൾ ബെയറിംഗ് സ്ട്രക്ചർ we will construct up to 2-storied only. More than 2 stories we will go to framed structures. What is a frame? A frame consisting of beam, slab and columns. ഇത് നിങ്ങൾ ഇതിൽ പഠിച്ചു, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. എന്താണ് ഫ്രെയിം, അതിൽ വരുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ അനാലിസിസ് എന്തൊക്കെയാണെന്നാണ് TS നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് സ്ട്രക്ചറൽ ഡിസൈൻ. ഇപ്പോൾ
പിന്നെ നിങ്ങൾ ചെയ്യുന്ന മെയിനായിട്ടുള്ളൊരു വർക്കാണ് സ്ട്രക്ചറൽ ഡിസൈൻ. ഇങ്ങനെയാണ് സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഡിസൈൻ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോരോ എലമെൻ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്താണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതേപോലെ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അനലൈസ് all the loads coming over that structure. ഏതൊക്കെ ലോഡ്സ് ആണ്? യൂഷ്വലി ഡെഡ് ലോഡ്, ലൈവ് ലോഡ് ആൻഡ് വിൻഡ് ലോഡ്. പെർട്ടിക്കുലർ കണ്ടീഷൻസ്, പിന്നെ എർത്ത് ക്വേക്ക് ലോഡ്, സ്നോ ലോഡ് എല്ലാം വരും. ബട്ട് യൂഷ്വലി ദീസ് 3 ലോഡ്സ് ടു ബി കൺസിഡേർഡ് വൈൽ അനലൈസിങ് the total loads coming over that building. Then after the load calculation, we will design the structural elements, slabs, beams, columns, etc. So we will start from top to bottom. അറിയാം, ഡിസൈൻ ചെയ്ത് തുടങ്ങുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കാണ്. അതായത് റൂഫ് സ്ലാബ് ഫസ്റ്റ്, റൂഫ് സ്ലാബ്, ഫ്ലോർ സ്ലാബ്, ബീംസ്, കോളംസ് ലൈക്ക് ദാറ്റ്. When we design these elements, ഓരോന്നും ഇപ്പോൾ ബീം ആണെങ്കിൽ ഈസ് ഇറ്റ് എ സിംഗിൾ റീൻഫോഴ്സ്ഡ് ബീം, ഡബിൾ റീൻഫോഴ്സ്ഡ് ബീം, അല്ലെങ്കിൽ ടി ബീം, ഏത് കേസാണ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻസ് ഏതാണ് നമ്മൾ നോക്കി അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു. ഡിസൈൻ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയേർഡ് അല്ലേ, അതുപോലെ ടെൻഷൻ സ്റ്റീൽ, കംപ്രഷൻ സ്റ്റീൽ, ഡബിൾ റീൻഫോഴ്സ്ഡ് ബീം ആണെങ്കിൽ പിന്നെ ഷിയർ റീൻഫോഴ്സ്മെൻറ്റ്സ് അത് ഡിസൈൻ ചെയ്യും. Then we will check the serviceability conditions also, like development length, deflection, etc. ഇപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ ഡിസൈനിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മളതിൽ യൂട്ടിലൈസ് ചെയ്യുകയാണ് ഫ്രം ടോപ്പ് ടു ബോട്ടം, അങ്ങനെ ഇൻക്ലൂഡിങ് ദ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഡിസൈൻ വരെ നമ്മൾ ചെയ്യുന്നു ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ ടോപ്പിൽ നിന്ന് തുടങ്ങി സ്ലാബ്, ബീം, കോളംസ്, അതുപോലെ സ്റ്റെയർ കേസസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഫൗണ്ടേഷൻ, കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഡിസൈൻ. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നിങ്ങൾ പഠിച്ച ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ. ഓരോ ഐറ്റവും അതിൻ്റെ ക്വാണ്ടിറ്റി യു സ്റ്റഡീഡ് ഇൻ QS 1 and 2 how to take the quantities of different items from earthwork excavation to the roof slab. അതിൻ്റെ ക്വാണ്ടിറ്റി, യൂണിറ്റ്, ഡിസ്ക്രിപ്ഷൻ ഇതെല്ലാം എഴുതി ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി ഏതാണോ അതിൻ്റെ യൂണിറ്റ് അതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. M³ ആണെങ്കിൽ M³, M² ആണെങ്കിൽ M², റണ്ണിങ് മീറ്ററിലാണെങ്കിൽ റണ്ണിങ് മീറ്റർ. Then after that, according to this quantity, we will calculate the cost estimate. Schedule of rates ഉപയോഗിച്ച് കോസ്റ്റ് അനാലിസിസ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നിങ്ങൾ QS 1 and 2 പഠിച്ചത്. റേറ്റ്, നമ്മുടെ പ്രിവൈലിംഗ് റേറ്റ്, സ്റ്റാൻഡേർഡ് റേറ്റ്സ് ഉപയോഗിച്ച് ഓരോ ക്വാണ്ടിറ്റിയെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഐറ്റത്തിൻ്റെ കോസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ വിൽ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻജിനീയേഴ്സ് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഏതാണ്? ക്വാണ്ടിറ്റി കാൽക്കുലേഷനും കോസ്റ്റ് അനാലിസിസും. പക്ഷേ മറ്റുള്ള ചില ഗൾഫ് കൺട്രീസിലെല്ലാം ക്വാണ്ടിറ്റി കാൽക്കുലേഷന് മാത്രം ക്വാണ്ടിറ്റി സർവേയേഴ്സ് എന്നുള്ള പോസ്റ്റ് ഉണ്ട്. ക്വാണ്ടിറ്റി സർവേയേഴ്സാണ് ഓരോ ഐറ്റത്തിൻ്റെയും ക്വാണ്ടിറ്റി എടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് കോസ്റ്റ് കൺട്രോൾ എൻജിനീയേഴ്സാണ് അതിൻ്റെ കോസ്റ്റ് അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് നിങ്ങൾ ഇതിൽ പഠിച്ച മാനേജ്മെൻറ്റിൽ പഠിച്ച കുറേ കാര്യങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഏതാ? ഈ QS ആൻഡ് കോസ്റ്റ് എസ്റ്റിമേറ്റിൽ ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ച? ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, PERT, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്, ആക്ടിവിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഏത് ആക്ടിവിറ്റി ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, ഏത് അതിന് കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഏത് വരണം, അങ്ങനെ തുടർന്ന് കൊണ്ടുപോയി ഏതാണ് ലാസ്റ്റ് വരേണ്ടത്, ഹൗ ടു യൂട്ടിലൈസ് ദ മെറ്റീരിയൽസ് പ്രോപ്പർലി. ഈ വക കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റിൽ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അങ്ങനെ ഫൈനലി വിൽ ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പ്രോജക്റ്റ് കഴിയുമ്പോഴേക്ക് നിങ്ങൾ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്ട്സും നമ്മൾ ഓരോ സ്റ്റേജിലും അതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സോ ദറ്റ്സ് അബൌട്ട് the brief idea of the importance of project and how to complete a civil engineering project, right? Okay, I think it's very clear to you to start and complete a civil engineering project. Thank you, one and all.